ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മരിപ്പൂവിൻ്റെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ വർഷ വളരെയധികം സുന്ദരിയായിട്ടാണ് പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. ഈ ഒരു സമയം സച്ചിയാകട്ടെ വളരെ ആകാംക്ഷയോട് കൂടി തന്നെ നോക്കി നിൽക്കുകയാണ്. അതായത് വർഷയുടെ അമ്മയും അതുപോലെ തന്നെ ചന്ദ്രയും രണ്ട് പൂമാലയുമായിട്ടാണ് അകത്തേക്ക് പോയത്. രണ്ടുപേരെ അകത്ത് പോയിട്ട് നല്ല ബഹളമായിരിക്കും. രണ്ടുപേരുമാണ് ഇത് വിട്ടുകൊടുക്കുന്ന കൂട്ടത്തിലും അല്ല. അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ പ്രശ്നമായിട്ടുണ്ടാവും, ചടങ്ങ് അലങ്കോലമാവുമെന്നൊക്കെയാണ് നമ്മുടെ സച്ചി വിചാരിച്ചിരിക്കുന്നത്. എന്നാൽ രണ്ട് പൂമാലയിട്ട് വർഷ പുറത്തേക്ക് വരുന്ന കാണുമ്പോഴത്തേക്കും ആകെ കണ്ണ് തള്ളിയ അവസ്ഥയുണ്ട് സച്ചിക്ക്. ഉടനെ തന്നെ രേവതി സച്ചി ഒന്ന് കളിയാക്കി ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ വർഷയും കൂട്ടിക്കൊണ്ട് മഹിമയും ചന്ദ്രയും കൂടി നടന്ന് ഓഡിറ്റോറിയത്തിന്റെ അങ്ങോട്ടേക്കായിട്ട് പോവുകയാണ് കേട്ടോ. തൊട്ടു പിന്നാലെ തന്നെ രവിയും പോകുന്നുണ്ട്. ഈ ഒരു സമയത്ത് സച്ചി രേവതിയായിട്ട് പറയുന്നുണ്ട്, ആ പെണ്ണ് എന്ത് പണി കാണിച്ചിരിക്കുന്നത്, രണ്ട് പൂമാല ഇട്ടിരിക്കുന്നത് കണ്ടില്ലേ, ഞാൻ വിചാരിച്ചു ഈ ഒരു മാലയുടെ പേരിൽ ചടങ്ങ് അലങ്കോലമാവുമെന്നൊക്കെയാണ് സച്ചി പറയുന്ന സമയത്ത് അവൾ വളരെയധികം ബുദ്ധിമതിയാണ്. അതുകൊണ്ടാണ് അവൾ രണ്ടുപേരെ മാല മേടിച്ചിട്ട് പ്രശ്നം സോൾവ് ചെയ്യുന്നൊക്കെ പറയുകയാണ് കേട്ടോ. പിന്നീട് ഈ ഓഡിറ്റോറിയത്തിന്റെ അങ്ങോട്ടേക്കായിട്ട് സച്ചി ചെല്ലുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു സമയത്ത് രവിയോടായിട്ട് ചന്ദ്ര പറയുകയാണ്, രവിയേട്ടൻ നമ്മുടെ മരുമകൾ വളരെയധികം ബുദ്ധിമതിയാണ്. ഞാനും മഹിമയും പൂമാലയുമായിട്ട് ചെന്ന സമയത്ത് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് സങ്കടം തോന്നാതിരിക്കാനായിട്ട് അത് മേടിച്ച് കഴുത്തിലിട്ടു എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ഒരു സമയത്താണ് രേവതിയെ സച്ചിയും കാണുന്നത്. പെട്ടെന്ന് തന്നെ രേവതിയെ നോക്കിയിട്ട് പറയുന്നുണ്ട്, അതാണ് പണമുള്ള വീട്ടിൽ പറഞ്ഞതിൻ്റെ ഗുണം. ഇവിടെ ചില ദാരിദ്ര്യവാസികളുണ്ട്, അവർക്ക് അതിൻ്റെതായ ഒരു ഗുണവുമില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് രേവതിക്ക് ഭയങ്കര സങ്കടമാവുന്നു കേട്ടോ. എന്തിന് ഭാമയ്ക്ക് ഒരു സങ്കടമാവുന്നുണ്ട്. ഈ ഒരു സമയത്ത് രവി പറയുന്നുണ്ട്, നീ എന്തുദ്ദേശിച്ച് പറഞ്ഞതായാലും പണത്തിന്റെ പേരിലല്ല ഒരാളുടെ സ്വഭാവം വളർത്തേണ്ടത്. ഈ കൂട്ടത്തിൽ ഏറ്റവും നല്ല സ്വഭാവശുദ്ധിയുള്ളത് രേവതി മോൾക്ക് തന്നെയാണ്. ഇപ്പോഴത്തെ കാലത്തുള്ള എല്ലാ പെൺകുട്ടികളും കണ്ടുപിടിക്കേണ്ട രേവതി മോളുടെ സ്വഭാവമാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ സച്ചി രേവതിയെ ഒന്ന് നോക്കുകയാണ്. രേവതിക്ക് അന്നേരം ചെറിയൊരു ആശ്വാസമാവുന്നു. ഈ സമയത്ത് ഭാമയ്ക്കും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ഭാമ ഇങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുന്ന സമയത്ത് ചന്ദ്ര ഭാമയെ നോക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഭാമ ചിരി അങ്ങ് മാറ്റിക്കളയാണ് കേട്ടോ. പിന്നീട് രവി ചോദിക്കുന്നുണ്ട്, എന്തായാലും ചടങ്ങുകളിൽ താമസിക്കേണ്ട വേഗം തന്നെ തുടങ്ങാമെന്ന് പറയുമ്പോഴത്തേക്കും ഇല്ല, ആദ്യം നടത്തുന്ന ശ്രുതിയുടെ ചടങ്ങാണ്, അവളല്ലേ മൂത്ത മരുമകള്, അതുകൊണ്ട് അവളുടെ ചടങ്ങ് നടത്തിയിട്ട് ഈ ഒരു ചടങ്ങ് നടത്തുന്നുള്ളൂ എന്നൊക്കെ ചന്ദ്ര പറയുന്ന സമയത്ത് പിന്നെ എന്തിനാ വർഷ ഓഡിറ്റോറിയത്തിൽ കയറിയിരിക്കുന്നതെന്ന് രവി ചോദിക്കുന്ന നേരത്ത് അവളുടെ കൂട്ടുകാരികൾക്ക് ഇവളുടെ കൂടെ നിന്ന് കുറച്ച് ഫോട്ടോസ് എടുക്കണം, അതുകൊണ്ട് കയറിയതാണെന്ന് ചന്ദ്ര മറുപടി പറയുന്നുണ്ട്. ഈ ഒരു സമയം തന്നെ വർഷയും കൂട്ടുകാരൊക്കെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ ഒരു സമയത്താണ് അങ്ങോട്ടേ ശ്രീകാന്ത് വരുന്നത്. ശ്രീകാന്ത് വന്നിട്ട് ചോദിക്കുന്നത്, ഇതെന്താ രണ്ടു മാലയൊക്കെ ആയിട്ടെന്ന് ചോദിക്കുന്ന സമയത്ത് ഒരു വലിയൊരു പ്രശ്നം സോൾവ് ചെയ്തതിന്റെ കഥയുണ്ട് ശ്രീകാന്ത്, അതൊക്കെ ഞാൻ നിന്നോട് പിന്നെ പറയാം. നീ ഇപ്പൊ പറയാം, എന്നെ കാണാൻ എങ്ങനെയുണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് നീ നേരത്തെ സുന്ദരിയായിരുന്നു, ഇപ്പൊ വളരെയധികം സുന്ദരിയായിട്ടുണ്ടെന്നൊക്കെ പറയാൻ കേട്ടോ. അതിനുശേഷം രണ്ടുപേരും ചേർന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്താണ് അങ്ങോട്ടേക്ക് മധുവും മഹിമയും വരുന്നത്. അവരോടായിട്ട് കൂടെ നിന്നുകൊണ്ട് ഫോട്ടോ എടുക്കാനൊക്കെ പറയുന്ന സമയത്ത് എന്തായാലും ചടങ്ങുകളൊക്കെ ആയിട്ട് എന്നിട്ട് ആകാമെന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോവുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ കൂട്ടത്തിൽ തന്നെ കൂട്ടുകാരെല്ലാം കൂട്ടിക്കൊണ്ട് വർഷയും പുറത്തേക്ക് പോകാൻ കേട്ടോ. പിന്നീട് നമ്മുടെ ശ്രീകാന്ത് 2-3 ഒറ്റയ്ക്ക് നിന്നുള്ള ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യുകയാണ്. ഇതേ സമയം തന്നെ മഹിമയോടായിട്ട് മധുസൂദനൻ ചോദിക്കുന്നുണ്ട്, നീ പറഞ്ഞ ആൾക്കാർ ഇതുവരെ വന്നില്ലല്ലോ, അവർ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ നടക്കുമോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അവരെ കൊണ്ട് ഇത് സാധിക്കുകയുള്ളൂ, അവർ രണ്ടുപേരും ഭയങ്കര ഗുണ്ടാ മൈൻഡുള്ളവരാണ്, എന്ത് ചെയ്യുമെന്ന് പറയാൻ സാധിക്കുകയില്ല, അവർ തീർച്ചയായിട്ടും സച്ചിനെ ദേഷ്യം പിടിപ്പിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടിക്കോളും എന്നൊക്കെ ഇങ്ങനെ മഹിമ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് രണ്ടുപേരും അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. അവരെ കാണുന്ന സമയത്ത് മഹിമ പറയുന്നുണ്ട്, അതേ രണ്ടുപേരും വന്നല്ലോ, ഇങ്ങോട്ട് വാ, നിങ്ങൾ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ മഹിമ ചോദിക്കുമ്പോഴത്തേക്ക് ഉവ്വ ചേച്ചി എല്ലാ കാര്യങ്ങളും ഓക്കെ ആണെന്ന് പറയാണ്. ഈ കൂട്ടത്തിൽ തന്നെ സച്ചി ഏതാണെന്നും സച്ചിയുടെ ഭാര്യ രേവതി ആരാണെന്നും എല്ലാം തന്നെ ഈ വന്നിരിക്കുന്ന രണ്ടുപേരെയുമായി മഹിമ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ സച്ചി ആരോടും ഒരു അക്ഷരം ഇല്ലാതെ തന്നെ അടങ്ങി ഒതുങ്ങി മൂലയിലിരിക്കുകയായിരിക്കും കേട്ടോ. ആ ഒരു സമയത്ത് വന്നവരിൽ ഒരാൾ ഫോൺ വിളിച്ചുകൊണ്ട് സച്ചിയുടെ അടുത്ത് വന്ന് നിൽക്കുകയാണ്. എന്നിട്ട് കാലിൽ പിടിച്ച് ചവിട്ടി മിരിക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ സച്ചി രേവതിയെ തോണ്ടി വിളിക്കുന്നുണ്ടെങ്കിലും രേവതി പറയുന്നത് ഒന്നും മിണ്ടായിരിക്കും സച്ചിയേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് സച്ചിനോട് ദേഷ്യപ്പെടുന്ന സമയത്ത് സച്ചി ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല, വേദന കടിച്ചമർത്തി നിൽക്കുകയാണ്. അവസാനം ഈ ഒരു കാഴ്ചയെല്ലാം തന്നെ മഹിമ മാറി നിന്ന് കണ്ട് ആസ്വദിച്ചുകൊണ്ട് നിൽക്കണ്ട. കാരണം സച്ചി ഇപ്പം തന്നെ പ്രതികരിക്കുമെന്നുള്ള രീതിക്കാണ് മഹിമ നോക്കി നിൽക്കുന്നത്. പെട്ടെന്ന് തന്നെ സച്ചി എഴുന്നേറ്റ് നിൽക്കുന്ന സമയത്ത് മഹിമയുടെ ആകാംക്ഷയും കൂടുവാട്ട്. സച്ചി വേഗം തന്നെ അയാളോട് എൻ്റെ കാലിൽ നിന്ന് മാറി നിൽക്കാൻ പറയുന്ന സമയത്താണ് രേവതിയും കാണുന്നത് സച്ചിയുടെ കാലിൽ ചവിട്ടി നിൽക്കുന്നത്. രേവതി വേഗം തന്നെ പറയുന്നത്, നിങ്ങളോട് കാലെടുത്ത് മാറ്റാനല്ല പറഞ്ഞത്, നിങ്ങൾ എന്ത് പണിയെ കാണിക്കുന്നതെന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്ന സമയത്ത് അയ്യോ ഞാൻ കണ്ടില്ലായിരുന്നു, അറിയാതെ ചെയ്തായിരുന്നു, നിനക്കെന്താ എന്നെ തല്ലണം തോന്നുന്നുണ്ടോ എന്ന് സച്ചിയോട് ചോദിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ രേവതി ചോദിക്കുന്നത്, നിങ്ങളെന്താ മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വന്നതാണ്, നിങ്ങൾ എന്ത് കാര്യത്തിന് എൻ്റെ സച്ചിയുടെ കാലിൽ കയറി ചവിട്ടിയെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഞാൻ അറിയാതെ ചവിട്ടിയതാണെന്ന് പറഞ്ഞില്ലേ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിനുശേഷം സച്ചിനെ വീണ്ടും ദേഷ്യം പിടിപ്പിക്കുന്നതിന് വേണ്ടി, നിനക്കെന്നെ തല്ലണമെങ്കിൽ തല്ലിക്കോ, എനിക്ക് യാതൊരുവിധ പ്രശ്നമില്ല, അതല്ല നിനക്കെന്നെ ചവിട്ടണമെങ്കിൽ ചവിട്ടിക്കോ, എനിക്ക് അതിനും ഒരു പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാൾ ഏണി വെച്ച് വരികയാണ്. ഈ സമയത്ത് രേവതി ദേഷ്യപ്പെട്ട് ചെല്ലുന്നുണ്ടെങ്കിലും സച്ചി വേഗം തന്നെ രേവതി തടഞ്ഞു നിർത്തിയിട്ട് കൈ കൂപ്പിയിട്ട് സ്വാമിയെ ശരണമയ്യപ്പ എന്നും പറഞ്ഞ് തൊഴുതു നിൽക്കുകയാണ്. എന്നിട്ട് തനിക്കൊരു ദേഷ്യവുമില്ല, പൊയ്ക്കോളം പറഞ്ഞുകൊണ്ട് ആക്ഷൻ കാണിക്കാൻ. അയാൾ അവിടെ നിന്ന് മടുത്ത് തന്നെയാണ് പോകുന്നത്.
പിന്നീട് നമ്മുടെ മഹിമയുടെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് മഹിമ പറയുന്നത് നീ മര്യാദയ്ക്കൊന്നും അവനെ ചവിട്ടി കാണില്ല, അവന് വേദനിക്കാത്തതുകൊണ്ടാണ് അവൻ ദേഷ്യപ്പെടാതിരുന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇല്ല ചേച്ചി, ഞാൻ നല്ല രീതിയിൽ തന്നെ ചവിട്ടി, ചേച്ചിക്ക് എന്താ അറിയണോ എന്നും ചോദിച്ചുകൊണ്ട് ഇയാൾ വേഗം തന്നെ നമ്മുടെ മഹിമയുടെ കാലം കെട്ടൊരു ഒറ്റ ചവിട്ട് ചെറുക്കാണ്. മഹിമയ്ക്ക് നല്ല രീതിയിൽ തന്നെ വേദന എടുക്കുകയും ചെയ്യും കേട്ടോ. മഹിമ വയക്കടക്കാരനെ കുട്ടികൾക്ക് നല്ല പൊട്ടിയിൽ വെച്ച് കൊടുത്തിട്ട് നല്ല ചീത്ത പറയുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ കൂടെ വന്നിരിക്കുന്ന ആൾ പറയുന്നത് ചേച്ചി ഒന്നും കൂടി ടെൻഷൻ അടിക്കേണ്ട, എൻ്റെ കയ്യിൽ നല്ലൊരു ഐഡിയ ഉണ്ട്. ഏതൊരാളായാലും അത് സ്വന്തം സുഹൃത്തായാലും പിന്നിൽ നിന്നും തല്ലിക്കഴിഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെടുകയില്ല. അതേ രീതിയിൽ ഞാൻ നല്ലൊരു തല്ല അവനെ കൊണ്ട് കൊടുത്തോളാം. ആ ഒരു സമയത്ത് അവൻ എന്തായാലും തീർച്ചയായിട്ടും പ്രതികരിക്കും എന്നൊക്കെ ഇങ്ങനെ അദ്ദേഹം പറയണം. അത് നല്ലൊരു ഐഡിയ ആണ് നമ്മുടെ മഹിമയ്ക്ക് തോന്നുവാണ് കേട്ടോ. ഇതേ സമയം ഞാൻ നമ്മുടെ സച്ചിക്ക് വേദന സഹിക്കാനാവുന്നില്ല, കാലൊക്കെ ഇങ്ങനെ തിരുമ്മിക്കൊണ്ടിരിക്കുന്ന സമയത്ത് രേവതിക്ക് ആകെ സങ്കടമാവുന്നുണ്ട്. രേവതി ചോദിക്കുന്നുണ്ട് സച്ചിയേട്ടാ നിങ്ങൾക്ക് എന്നെ ഒന്ന് വിളിക്കാൻ പാടില്ലായിരുന്നു എന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ നിന്നെ വിളിച്ചു, പക്ഷെ നീ അറിഞ്ഞില്ല, നീ എന്നോട് മിണ്ടരുതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരുന്നതെന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് രേവതിക്ക് ഭയങ്കര സങ്കടമാവട്ടെ. രേവതി പറയുന്നത് സച്ചിയുടെ കാലായിട്ട് ഞാൻ തിരുമ്മി തരാമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും വേണ്ട ഞാൻ തന്നെ തിരുമ്മിക്കോളാൻ പറഞ്ഞുകൊണ്ട് സച്ചി കാല് തിരുമ്മുകയാണ്. ഇതേ സമയം തന്നെയാണ് മഹേഷിന്റെ കോള് സച്ചിക്ക് വരുന്നത്. സച്ചി രേവതിയോട് പറയുന്നത് ഞാൻ ഈ ഒരു കോളൊന്നും എടുത്തോട്ടെ എന്ന് ചോദിക്കുന്ന സമയത്ത് എന്താ സച്ചിയേട്ട ഇങ്ങനെ, സച്ചിയുടെ സുഹൃത്തുക്കളെ വിളിക്കുന്നതിന് എന്നോട് ചോദിക്കേണ്ട കാര്യമല്ല, സച്ചിയുടെ കോൾ എടുക്കാൻ പാടില്ല എന്ന് ചോദിക്കുകയാണ് കേട്ടോ. പിന്നീട് സച്ചി അവിടെ നിന്ന് എഴുന്നേറ്റ് മാറി സംസാരിക്കാൻ തുടങ്ങുന്ന സമയത്ത് രേവതി ചോദിക്കുന്നുണ്ട് നിങ്ങൾ എങ്ങോട്ടേക്ക് പോകണം, ഇവിടെ നിന്ന് സംസാരിച്ചാൽ പോരെന്ന് ചോദിക്കുമ്പോഴത്തേക്കും പറ്റില്ല രേവതി, നമ്മൾ ഇവിടെ നിന്ന് സംസാരിച്ചാൽ നമ്മുടെ മുന്നിൽ ഇരിക്കുന്നവർക്ക് അത് ഡിസ്റ്റർബ് ആവും, അതുകൊണ്ട് മാറി നിന്ന് സംസാരിച്ചിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചിക്ക് നല്ല കാലിനവനാണ് കേട്ടോ, ചുണ്ടിയാണ് കേട്ടോ അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ ഈ ഒരു കാഴ്ച മഹിമ കാണുന്ന സമയത്ത് മഹിമയ്ക്ക് മനസ്സിലാവുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ സച്ചിൻ അദ്ദേഹം ഉപദ്രവിച്ചിട്ടുണ്ട്. പക്ഷെ സച്ചിൻ മനഃപൂർവ്വം തന്നെ പ്രതികരിക്കാതെ ഇരുന്നതാണെന്നുള്ള കാര്യം. അങ്ങനെ മഹേഷിനോടായിട്ട് ചടങ്ങുകളൊന്നും കഴിഞ്ഞിട്ടില്ലടാ, ഞാനായിട്ട് യാതൊരു പ്രശ്നവും ഉണ്ടാക്കുന്നില്ല, പക്ഷെ ചിലർ എന്നോട് ഇങ്ങോട്ടേക്ക് കയർത്ത് വരുന്നുണ്ട്, അതിലൊന്നും ഞാൻ ഇടപെടാതെ മാറി നിൽക്കുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് രേവതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ് വാ സച്ചേട്ടൻ നമുക്ക് അങ്ങോട്ട് മാറിയിരിക്കാമെന്നും പറഞ്ഞുകൊണ്ട് സച്ചിനും കുട്ടിക്കൊണ്ട് പഴയ ഇരുന്നിടത്ത് തന്നെ പോയിരിക്കുകയാണ് കേട്ടോ. ഇതേ സമയം തന്നെ നമ്മുടെ ശ്രുതിയാകട്ടെ അണിഞ്ഞൊരുങ്ങി വളരെയധികം സുന്ദരിയായിട്ട് നിൽക്കുകയാണ്. മീരയുടെ ഇതും കൂടെയൊക്കെ ഇട് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എനിക്ക് ഒന്നിനും താല്പര്യമില്ല മീര, എനിക്ക് ആകെ പേടിയാവുന്നു, ഇപ്പം തന്നെ എൻ്റെ അമ്മായിമ്മ വരും എൻ്റെ അച്ഛനെ എന്ത് ചെയ്യുന്നു ചോദിച്ചുകൊണ്ട് ആകെ ടെൻഷനായിരിക്കും എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് മീര സമാധാനിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ആ ഒരു സമയത്താണ് ചന്ദ്രയും ഭാമയും അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. അന്നുടനെ തന്നെ ചോദിക്കുന്നുണ്ട് ശ്രുതി നിന്റെ അച്ഛന് ഇതുവരെ വന്നില്ല എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അച്ഛൻ ഫ്ലൈറ്റിലാണെന്ന് പറയുക. ഈ സമയത്ത് ഭാമ പറയുന്നുണ്ട് മഴ വരുന്നത് എപ്പോഴാണെന്ന് പറഞ്ഞ പോലെയാണ് നിന്റെ അച്ഛൻ്റെ കാര്യം, നിന്റെ അച്ഛൻ എപ്പോഴാണ് വരുന്നത് ഞങ്ങൾ എത്ര തവണയായി ചോദിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് അല്ല ആൻറ്റി ഞാൻ വിളിച്ചായിരുന്നു പക്ഷേ അവൾ എടുത്തില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രയ്ക്ക് ദേഷ്യം വരികയാണ്. പെട്ടെന്ന് തന്നെ ഭാമ പറയുന്നുണ്ട് ചന്ദ്രന് ദേഷ്യപ്പെടുമൊന്നും വേണ്ട, എന്തായാലും അദ്ദേഹം വരുമായിരിക്കും ഇടിച്ചിറങ്ങിയെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് നിർത്തുന്ന സമയത്ത് ചന്ദ്രൻ പറയുന്നുണ്ട് ഇവിടെ വന്നവരോടും എന്തിന് വർഷയുടെ അച്ഛനോടും അമ്മയോടും വരെ ഞാൻ പറഞ്ഞു ശ്രുതിയുടെ അച്ഛൻ ഇന്ന് വരുമെന്നും അവരെല്ലാവരും കൂടി ശ്രുതിയുടെ അച്ഛനെ കാണാനുള്ള ആകാംക്ഷയിലാണ് നിൽക്കുന്നത്, നീ എന്നെ നാണം കെടുത്തുമ്പോൾ ശ്രുതി എന്നൊക്കെ ചന്ദ്രൻ ചോദിക്കുന്ന സമയത്ത് ആകെപ്പെട്ട അവസരം നിൽക്കുകയാണ് ശ്രുതി. ആ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.